ഹലോ ഗൈസ്, അപ്പോൾ ഞാനത് പരിയമ്പറ്റക്കാത്ത പൂരം ദിവസം എടുത്തൊരു കുഞ്ഞ് ഡൈമൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാനിക്കുട്ടി ഇത് ഉറക്കമപ്പിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നേരെ പാപ്പുൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു തറയും മുതലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പച്ചൻ തറ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അവർ പോവുകയാണ്. പിന്നെ നേരെ പരിയമ്പറ്റക്കാവ് പോയി തൊഴുതിട്ട് പിന്നെ ദേശം കളിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അമ്മ അതാ ചിക്കൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അമ്മ ഇങ്ങോട്ട് കടയ്ക്ക് വിടാറ്. അങ്ങനെ ആ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ സാനിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സാനിക്ക് മുന്തിരി വേണോ പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ വീട്ടിലെത്തി രാവിലത്തെ കഴിക്കലെല്ലാം കേട്ടതാ കുക്കിങ്ങിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ബിരിയാണി ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ പൂരത്തിൻ്റെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പാപ്പുൻ്റെ ഇടയ്ക്ക് പോയിട്ടോ. അവിടെ പോയപ്പോൾ മേമ കഴിക്കുമായിട്ട് ഇനി നിർബന്ധിച്ചിട്ടോ. അപ്പോൾ മേമയുടെ സന്തോഷത്തിന് ഞാനൊരു പിടി കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ കളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ ഞങ്ങളുടെ അവിടെ നിന്ന് വെള്ളൂനാടർസിൻ്റെ സെറ്റ് തറ ടീമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂരത്തിന് പോണോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ രണ്ടും കളിപ്പിച്ച് അങ്ങോട്ട് പോയിട്ടോ. വെറുതെ എന്നതേനെ കറങ്ങിയിട്ട് വരാനായിട്ടായിട്ട് പോയതാണ്. അങ്ങനെ പോയത് പെട്ടതോ ആനയുടെ അവിടെ ആയിരുന്നു കേട്ടോ. ആനപ്പൂരത്തിൻ്റെ അവിടെ ആയിരുന്നു. കുറച്ച് നേരം ബ്ലോക്കായിരുന്നു കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. അങ്ങനെ കുറച്ച് നേരം വേലയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ നീങ്ങിട്ടോ. പിന്നെ അമ്മയ്ക്ക് വട്ടയും കൊട്ടയൊക്കെ വേണം പട്ട അത് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കയറിട്ടോ. പിന്നെ കുറച്ച് കോളിഫ്ലവർ ചില്ലിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ചോക്കോബാറും വാങ്ങി അത് നിന്നുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വേലയും പൂരൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാപ്പുൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ. അപ്പോൾ അത്രയ്ക്ക് തന്നെ നമ്മുടെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ടാറ്റാ ബൈ.